യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോകുന്നു, എന്നിട്ട് നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളാരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവരിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളായിരുന്നു വ്യാഴാഴ്ച. ഇനിയുമുള്ള 10 ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി സഭ മുഴുവനും കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ. യേശു തമ്പുരാൻ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും ശക്തി ഇറങ്ങി വരുന്നിടം വരെ ജെറുസലേം വിട്ടു പോകരുത്. പത്രോസിൻ്റെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും നേതൃത്വത്തിൽ അപ്പോസ്തലന്മാർ മുഴുവനും ജെറൂസലേമിൽ കാത്തിരുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്നു. ഈ 10 ദിവസങ്ങളുടെ അവസാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി ആവസിക്കുന്നു. കർത്താവ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് മുൻകൂട്ടി നൽകുന്ന അറിയിപ്പാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ട 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഞാനിപ്പോൾ എൻ്റെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഉയർത്ത കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 40 ദിവസം കർത്താവ് ഭൂമിയിൽ ഇങ്ങനെ ശിഷ്യന്മാരെ കണ്ടും അവരെ ബലപ്പെടുത്തിയും വിശ്വാസത്തിൽ ഉറപ്പിച്ചും അവരെ കൂട്ടിയോജിപ്പിച്ചും ജീവിക്കുവാനായിട്ട് ശ്രദ്ധിച്ചു. കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ ഒലിവ് മലയിലേക്ക് വരണം. എന്നിട്ട് അവരാരും കർത്താവിനോട് ചോദിച്ചില്ല, നീ എവിടെ പോകുന്നു എന്ന്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമാണ്. ശിഷ്യന്മാർ എപ്പോഴും ദുഃഖിതരായിരുന്നു. കർത്താവിൻ്റെ പീഡാനുഭവം മുതൽ മരണം മുതൽ ഉയർപ്പ് വരെ കർത്താവർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും അവരുടെ ദുഃഖം സന്തോഷമായി മാറിയില്ല. പ്രതീക്ഷ തിരിച്ചു വന്നില്ല. കർത്താവിൻ്റെ ഉയർപ്പിലോ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണത്തിലോ അവർക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. വീണ്ടും കർത്താവ് അവരിൽ നിന്ന് പോകുമ്പോൾ അവർക്കൊരു ശൂന്യത അനുഭവപ്പെടുകയാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. യോഹന്നാൻ 3 പ്രാവശ്യം ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പോയാൽ സഹായകനെ നിങ്ങളുടെ അടുക്കിലേക്ക്, വേറൊരു സഹായകനെ, യേശുവിൻ്റെ സഹായകനായിരുന്നത് പോലെ വേറൊരു സഹായകനെ അവരുടെ അടുക്കിലേക്ക് അയക്കും. അവൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അവൻ 3 കാര്യങ്ങൾ പറയുന്നു. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന 3 ബോധ്യങ്ങളാണ്. 1 പാപത്തെക്കുറിച്ച്, 2 നീതിയെക്കുറിച്ച്, 3 ന്യായവിധിയെക്കുറിച്ച്. ഇന്ന് മനുഷ്യനില്ലാത്ത ഏറ്റവും വലിയ കുറവ് പാപബോധം ഇല്ല എന്നുള്ളതാണ്. ഏത് പാപവും എത്ര വേണമെങ്കിലും ചെയ്യുവാൻ മനുഷ്യൻ തയ്യാറാണ്. കള്ളം പറയാൻ മടിയില്ല, ചീത്ത വിളിക്കാൻ മടിയില്ല, മോഷ്ടിക്കാൻ മടിയില്ല, മറ്റുള്ളവരുടെ തിന്മ പ്രവർത്തിക്കാൻ മടിയില്ല, മദ്യപാനത്തിന് മടിയില്ല, മയക്കുമരുന്നിന് മടിയില്ല, കുടുംബ കലഹം ഉണ്ടാക്കാൻ മടിയില്ല, അതിലൊക്കെ കലഹിക്കാൻ മടിയില്ല. ഏത് പാപവും, അത് കുട്ടികൾ മുതൽ മുതിർന്നവരെയും പാപത്തിന് അടിമകളായിട്ട് ജീവിക്കുന്നു. പാപബോധമില്ല. അതാണ് മദർ തെരേസ പറഞ്ഞത്, ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം പാപബോധമില്ലായ്മയാണ്. പണ്ടൊക്കെ നമ്മൊരു ചെറിയ പാപം ചെയ്യും മുമ്പ് നമുക്ക് വലിയൊരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് ഉണ്ടാകുമായിരുന്നു. കോപ്പി എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ പ്രയാസമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല. മനുഷ്യൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പാപങ്ങൾ അങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾക്ക് പാപബോധം തരും, പശ്ചാത്താപം തരും, അനുതാപം തരും, മനസാന്തരം തരും. ഇതിനോടൊപ്പം അദ്ദേഹം തരുന്ന 2ാമത്തെ കാര്യമാണ് നീതിബോധം. പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായെങ്കിൽ മാത്രമേ മനുഷ്യന് നീതിബോധം ഉണ്ടാകത്തുള്ളൂ. സത്യം ചെയ്യണം, തിന്മ വെറുക്കണം, നന്മ ചെയ്യണം, തിന്മ വെറുക്കണം, നീതിയുള്ള മനുഷ്യനായിട്ട് ജീവിക്കണം. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ മാനിക്കുന്നത് നീതിമാന്മാരെയാണ്. നീതിമാൻ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. 1 നിയമം പാലിക്കുന്നവൻ,
2, ദൈവത്തെ വിധേയപ്പെട്ട അനുസരിച്ച് ജീവിക്കുന്നവൻ. യൗസഫിനെ നീതിമാൻ എന്ന് വിളിച്ചിരുന്നു, സക്രിയായെ നീതിമാൻ എന്ന് വിളിച്ചിരുന്നു, ഇയ്യോബിനെ നീതിമാൻ എന്ന് വിളിച്ചിരുന്നു. ഇവരൊക്കെ നിയമം പാലിച്ചവരും അതിനേക്കാൾ കൂടുതൽ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടവരുമായി. പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തിന് കീഴ്പ്പെടുവാനായിട്ട് സാധിക്കത്തുള്ളൂ, ദൈവഹിതം ഇഷ്ടം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ എല്ലാ അനന്തരഫലമാണ് ന്യായവിധി. ഈ ലോക ജീവിതത്തിൽ പാപഭയം ഉണ്ടാകണമെങ്കിൽ, പാപബോധം ഉണ്ടാകണമെങ്കിൽ, പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ, അനുതാപം ഉണ്ടാകണമെങ്കിൽ അവൻ ന്യായവിധിയെക്കുറിച്ച് എന്തേ ഉണ്ടാകണം? മരണമുണ്ടാകും. മരണം കഴിഞ്ഞാൽ ഒരു ന്യായവിധി ഉണ്ടാകും. ആ ന്യായവിധിയിൽ സ്വർഗമോ നരകമോ എനിക്ക് കിട്ടും. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയെന്നോ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെയെന്നോ കേൾക്കേണ്ടി വരും. അത് ന്യായവിധിയിലാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയ ബോധ്യമാണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, നീതിയെക്കുറിച്ചുള്ള ബോധ്യം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. ഇത് ലഭിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാതിരിക്കുവാൻ സാധിക്കത്തില്ല. അവന് വിശ്വാസത്തിൽ ജീവിക്കും, പ്രത്യാശയിൽ ജീവിക്കും, ദൈവത്തെ സ്നേഹിക്കും, സഹോദരങ്ങളെ സ്നേഹിക്കും, കുടുംബത്തെ സ്നേഹിക്കും, മറ്റുള്ളവരെ സ്നേഹിക്കും. അങ്ങനെ ദൈവകൃപയിലായിരിക്കുവാനായിട്ട് അവന് സാധിക്കുകയും ചെയ്യും. കർത്താവ് നമുക്ക് നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണെന്നും കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമക്കളെ, നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ കാത്തിരിപ്പിൻ്റെ ദിവസത്തിൽ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മയോട് ചേർന്ന് അപ്പസ്തലന്മാരോട് ചേർന്ന് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ധ്യാനത്തിലും പ്രത്യാഗത്തിലും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചാൽ ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. എല്ലാ കൃപ തന്ന ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ മാതാവും എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ.